ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്. KCL മത്സരത്തിന്റെ ആവേശത്തിൽ ആരാധകർ. കേരളത്തിന് സ്വന്തമായ ഒരു IPL ടീം വേണ്ടേ? യെസ്, വേണോ അല്ലേ? കേരളത്തിന് സ്വന്തമായ ഒരു IPL ടീം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നാണ് സംവിധായകൻ പ്രിയദർശൻ പറയുന്നത്. സമീപകാലത്ത് കേരള ക്രിക്കറ്റിലുണ്ടായ മാറ്റങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. സിനിമയോടുള്ള തന്റെ കമ്പം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ക്രിക്കറ്റിനോടൊന്നും പ്രിയദർശൻ മീഡിയ വണിനോട് പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. കേരളത്തിന്റെ ആവേശ ക്രിക്കറ്റിന് തുടക്കമായിരിക്കുകയാണ്. ഇനി 3 ആഴ്ചക്കാലം കേരളത്തിൽ ക്രിക്കറ്റിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ ശ്രീ പ്രിയദർശൻ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം സാർ. ട്രിവാൻഡ്രം ടീം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ടീമിന്റെ ക്യാമ്പിൽ പോയിരുന്നു. പരിശീലനം നല്ല മിടുക്കരായ താരങ്ങൾ, അച്ചടക്കമുള്ള ടീം, നല്ല കരുത്തുള്ള ടീം. ട്രിവാൻഡ്രത്തിന്റെ സാധ്യതകൾ എങ്ങനെയാണ് സാർ കാണുന്നത്? അങ്ങനെയല്ല, ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമാണ് നമ്മുടെ അടുത്തത്. ഇപ്പം കൊച്ചിക്ക് ഇപ്പോൾ സഞ്ജു കളിക്കുന്നുണ്ട്. സഞ്ജു ഇസ് എ വെരി സ്ട്രോങ് മാൻ. അപ്പം ബട്ട് അങ്ങനെ ഒരു ടീം സഞ്ജുവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് അവരുടെ ബാക്കി പ്ലേയേഴ്സിന് ഫോർ എ സ്മോളർ പ്ലേയേഴ്സ്. കാര്യം വെച്ചാൽ ഓപ്ഷൻ്റെ ബട്ട് വാട്ട് വി ഡിഡ് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ബാലൻസ്ഡ് ആയിട്ടൊരു ടീം, അതായത് എത്ര ഓൾറൗണ്ടേഴ്സ്, എത്ര മീഡിയം പേസ് ബോളേഴ്സ്, എത്ര സ്പിന്നേഴ്സ്, എത്ര ലെഫ്റ്റ് ഹാൻഡേഴ്സ്, എത്ര റൈറ്റ് ഹാൻഡേഴ്സ്, അങ്ങനെ ഒരു കറക്റ്റായിട്ടൊരു ബാലൻസ്ഡ് ആയിട്ടൊരു ടീമിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ക്രിക്കറ്റ് ഈസ് വൺ ബൈ എ ടീം, നോട്ട് ബൈ എൻ ഇൻഡിവിജ്വൽ എന്നാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ മറ്റു ടീമുകൾ ഈക്വലി സ്ട്രോങ് ആണ്. ക്രിക്കറ്റ് എന്നുള്ള ഗെയിമിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വ്യക്തിപരമായിട്ട് താങ്കൾക്ക് ചെറുപ്പം തൊട്ട് ക്രിക്കറ്റിനോട് വലിയ പ്രണയമാണ്. ആ പ്രണയമാണെങ്കിൽ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഒരു 2 പാഷനേ ഉള്ളൂ. ഒന്ന് ക്രിക്കറ്റും ഒന്ന് സിനിമയും. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ബോധമുള്ള അല്ല. ഓക്കെ, സോ ഈ 2ആണ് എന്നെ സംബന്ധിച്ച് എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കളി കാണുക, സിനിമ എടുക്കുക. ഈ 2നും ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് എന്ന് വെച്ചാൽ സിനിമയും ക്രിക്കറ്റും ഒരുപോലെ കാണാൻ തുടങ്ങുമ്പോൾ തൊട്ടൊരു സസ്പെൻസ് ഉണ്ട്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ സിനിമയിൽ ലാഗ് എന്ന് പറയുന്ന പോലെ ഒരു ബാറ്റ്സ്മാൻ അവിടെ തന്നെ നിൽക്കുകയാണ്, റണ്ണ് സ്കോർ ചെയ്യാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ കളിയൊക്കെ ബോറിംഗ് ആവും. അങ്ങനെയുള്ള ഒരുപാട് കമ്പാരിസൺ. 2ഉം എന്റർടൈൻമെന്റിന്റെ 2 രീതികളാണ്. ആദ്യ സീസൺ ഗംഭീരമായി നടന്നു, 2ാമത്തെ സീസൺ നടക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഒരു സങ്കടമുള്ളത് കേരളത്തിന് സ്വന്തമായ ഒരു IPL ടീം മുമ്പുണ്ടായിരുന്നു, അത് ഇല്ല എന്നുള്ളതാണ്. ഒരു വാതിൽ അതിലേക്ക് തുറക്കുന്നതാകും ഇപ്പോൾ നടക്കുന്ന KCL എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 83 വേൾഡ് കപ്പ് കിട്ടിയപ്പോഴാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്നുള്ളൊരു സ്പോർട്സ് വളർന്നതും വലിയ ലെവലിൽ. ഈ വർഷം നമ്മുടെ കുട്ടികൾ പോയിട്ട് രഞ്ജി ട്രോഫി റണ്ണേഴ്സ് അപ്പ് ആയിരിക്കുകയാണ്. അതൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഇൻസ്പിറേഷനും ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും IPL ടീം ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനൊപ്പം ഞങ്ങൾ താങ്കളെയും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഞാൻ ശ്രമിച്ചു പരാജയപ്പെട്ടതാണ്. ഇനിയും ശ്രമിക്കാമല്ലോ. നഷ്ടപ്പെടാനും സ്വപ്നം കാണുന്നതിനൊന്നും ലിമിറ്റില്ലല്ലോ. ആ ശ്രമം തുടരും. ഓക്കെ, എന്തായാലും വലിയ സന്തോഷം മീഡിയ വണിനൊപ്പം സംസാരിച്ചതിന്. ശ്രീ പ്രിയദർശൻ അദ്ദേഹം പറയുകയാണ്, കേരള ക്രിക്കറ്റിന്റെ മുന്നോട്ടുള്ള യാത്ര അത് മനോഹരമായ കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. IPL ടീമിനുള്ള സാധ്യത അത് അവസാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ വൺ.